അതുമാത്രം കപ്പാസിറ്റിയുള്ള കുട്ടികളുണ്ട്. വരും കാലങ്ങളിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീകളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തീർച്ചയായും പ്രസിഡന്റ് സ്ഥാനത്തേക്കായിട്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. കപ്പാസിറ്റിയാണല്ലോ പ്രധാനം. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ആ കപ്പാസിറ്റി ഉള്ള പെൺകുട്ടികളുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ കപ്പാസിറ്റി കാണിക്കാൻ കഴിയുന്ന കുട്ടികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്ന് 10-20 വർഷം മുൻപോട്ട് പോയാൽ അങ്ങനെ ഞങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ കഴിഞ്ഞൊരു 5 വർഷക്കാലത്തെ MSFന്റെ ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സംഘടന എടുത്ത് പരിശോധിച്ചാൽ അവിടെ യുവതികളും യുവാക്കളുമായിട്ടുള്ള ഒട്ടനവധി ആളുകൾ വന്നിട്ടുണ്ട്. നേട്ടങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിൽ പല യൂണിവേഴ്സിറ്റികൾ സീറ്റ് നേടിയതൊക്കെ അപ്പോഴും തന്നെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട് സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ പല ആക്ഷേപങ്ങൾ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരു ഘട്ടത്തിൽ സ്ത്രീ വിരുദ്ധൻ എന്നുള്ളൊരു ചാപ്പ വരെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിരുന്നു, പ്രത്യേകിച്ച് വ്യക്തിപരമായോ അല്ലെങ്കിൽ സംഘടനാപരമായോ? അല്ല, സ്വാഭാവികമായി ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള വികാരങ്ങളിലൂടെ കടന്നു പോകുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി അതൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഈ പടിയിറങ്ങാൻ നേരത്തെ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ സ്ത്രീ വിരുദ്ധൻ എന്ന് പറയുന്ന ഒരു ചാപ്പ അത് നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരാൾക്ക് അത് ചേർത്ത് കൊടുക്കാൻ അയാളുടെ ഇന്നലകളെ കുറിച്ച് പരിശോധിക്കേണ്ടതാണ്. അപ്പം ഞാൻ പറയുന്നത് ഞങ്ങളുടെ കമ്മിറ്റി വന്ന ശേഷം, ഞാൻ MSFന്റെ പ്രസിഡന്റായ ഞങ്ങളുടെ കമ്മിറ്റി വന്ന ശേഷം ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഒറ്റ പെൺകുട്ടികളുണ്ടായിരുന്നില്ല. 3 പെൺകുട്ടികളെ ഞങ്ങൾ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തി. അതിനുശേഷം വർക്കിംഗ് കമ്മിറ്റി ഞങ്ങളായി ആകെ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 11 പേർ വർക്കിംഗ് കമ്മിറ്റി ഞങ്ങളായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർപേഴ്സൺ ആവുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കിനാവായിരുന്നു. ആ കിനാവ് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ ആക്കിയിട്ടുള്ളത് ഒരു പെൺകുട്ടിയെയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, ആ കണ്ണൂരിലെ ചെങ്കോട്ട പൊളിക്കുക എന്ന് പറഞ്ഞ ഞങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു. അത് പൊളിച്ചപ്പോൾ അതിലൊരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ പ്രതിനിധിയായി വന്നത്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്കൊരു സെനറ്റ് അംഗം എന്ന് പറഞ്ഞാൽ MSFനോട് MLA ഉണ്ടെന്ന് ഞങ്ങൾ പറയാറ്. അത് അവിടെ ഒരു പെൺകുട്ടിയാണ്. യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിലേക്ക് മത്സരിപ്പിച്ച ഞങ്ങളൊരു പെൺകുട്ടിയാണ്. ഇപ്പോൾ MSFന്റെ സമ്മേളനം പരിസമാപ്തി കുറിച്ചപ്പോൾ അതിന് കൊടിമര ജാഥയും പതാക ജാഥയുണ്ട്. നമുക്കറിയാം ഏതൊരു സമ്മേളനത്തിൽ പതാക ജാഥ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ പതാക ജാഥ ആര് വഹിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ അഡ്വക്കേറ്റ് റുമൈസ റഫീഖ് വഹിക്കട്ടെ എന്നാണ് തീരുമാനിച്ചത്. റുമൈസ റഫീഖാണ് പതാക ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഈ അർത്ഥത്തിൽ പെൺകുട്ടികൾ എല്ലാ അർത്ഥത്തിലും ഈ സംഘടനയോടൊപ്പം ഉണ്ട്. അവർ മുന്നോട്ട് വരുന്നുണ്ട്, അവർക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ ഇതൊന്നൊരു റിസർവേഷനായി കൊടുക്കുന്നതല്ല. സംഗതി റിസർവേഷൻ ആയിട്ടാണ് പാർട്ടി തീരുമാനിച്ചെങ്കിൽ പോലും റിസർവേഷൻ അപ്പുറത്തേക്ക് അർഹതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സിൻഡിക്കേറ്റിലേക്ക്, സെനറ്റിലേക്ക്, യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക്, ജില്ലാ എക്സിക്യൂട്ടീവിലേക്കൊക്കെ അത് കൊടുക്കേണ്ടി വരുന്നത് ഒരിക്കലും റിസർവേഷൻ ആയിട്ടല്ല. അർഹതയുള്ള, കപ്പാസിറ്റിയുള്ള, കഴിവുള്ള കുട്ടികൾ ഞങ്ങളുടെ കൂടെയുണ്ട്. അവർക്ക് ആവശ്യമായ പരിഗണനകളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊരു പരിഗണനയായി കൊടുക്കേണ്ടതല്ല, അവർ ഡിസേർവ് ചെയ്യുന്നത് അവരിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പക്ഷേ അതിനൊക്കെ തന്നെ ഈ ഹരിത വിവാദം ഒരു കാരണമായോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ല, നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതുമാണ്. എന്നാൽ അതിനൊക്കെ മുമ്പേ മഞ്ചേരി ലീഗിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷമുള്ള മഞ്ചേരി കമ്മിറ്റിയിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമസഭ വരെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അതിൽ പാർട്ടി തീരുമാനിച്ചത് 30% റിസർവേഷൻ കൊടുക്കണമെന്നാണ്. നിങ്ങൾ ഈ പറഞ്ഞ സംഭവ വികാസങ്ങളൊക്കെ അതിന് ശേഷമാണ്. അതിൽ തീരുമാനിച്ച 30% ആദ്യം നടപ്പിലാക്കിയ സംഘടന ഞങ്ങളാണ്. അത് മാത്രമല്ല, അതിലപ്പുറത്തേക്ക് 30% അപ്പുറത്തേക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. കാരണം ഓരോ ഘടകങ്ങളിലും ഞങ്ങൾ പെൺകുട്ടികളുടെ സാന്നിധ്യം ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ തിരഞ്ഞെടുപ്പ് വരുന്ന മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ വളരെ പ്രാധാന്യത്തോടെ പാർട്ടി അതിനെ കണ്ടു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് പാർട്ടി അത് കാലത്തോട് സംവദിക്കാൻ തയ്യാറായ ഒരു പാർട്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ പുറത്തു നിന്ന് മാധ്യമ പ്രവർത്തകരോ സുഹൃത്തുക്കളോ ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് കാണാം, സ്ത്രീകൾ മത്സരിച്ചിട്ടില്ല, പെൺകുട്ടികൾ കമ്മിറ്റി ഭാരവാഹികൾ, നിങ്ങൾക്കത് പറയാം. പക്ഷേ ഞങ്ങൾക്ക് ഓരോ കാലത്തോട് ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 48 ഈ പാർട്ടി രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ പെൺകുട്ടികളെ ജയിപ്പിക്കണം അല്ലെങ്കിൽ അവരെ മത്സരിപ്പിക്കണം എന്നുള്ളതല്ല, പതിതമായൊരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് വർക്ക് ചെയ്തത്. അന്ന് ഞങ്ങൾക്ക് ഈ സാഹചര്യമില്ല. അവിടെ നിന്ന് മാറി ഒരു 70-കൾ 80-കളിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് സ്ത്രീകളെ, പെൺകുട്ടികളെ വിദ്യാഭ്യാസപരമായി നവോത്ഥാനം നൽകണം, അവർ മുന്നേറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം PMS പൂക്കായ തങ്ങളുടെ അവസാനത്തെ പ്രസംഗം കാഞ്ഞങ്ങാടിൽ പെൺകുട്ടികളെ പഠിപ്പിക്കണേ എന്നാണ്. CHന്റെ പ്രസംഗം അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളൊരു വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി വിദ്യാഭ്യാസം നൽകുക. അതുകൊണ്ടാണ് ഞങ്ങൾ സ്കോളർഷിപ്പുകൾ കൊണ്ടുവരുന്നത്. CH ആണ്. ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകളും ഹൈസ്കൂൾ ഉണ്ടാകണമെന്ന് പറഞ്ഞത് ലീഗാണ്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്ത് ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത് ലീഗാണ്. എല്ലാ നിയോജക മണ്ഡലത്തിലും കോളേജ് ഉണ്ടാകണമെന്ന് കൊണ്ടുവന്നത് ലീഗാണ്. ഈ കേരളത്തിലെ സർവകലാശാലകളിൽ ഇന്ന് നിലനിൽക്കുന്ന സർവകലാശാലകളിൽ കേരള രൂപീകരണത്തിന് ശേഷം നിർമ്മിച്ച ഒരു സർവകലാശാല ബാക്കി മുഖ്യധാര സർവകലാശാല മുഴുവൻ ഉണ്ടാക്കിയത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അതിൽ വളരെ പ്രധാനം നൽകിയിരുന്നതാണ്. 90-കളിലേക്ക് എത്തിയപ്പോൾ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, ബാബരി മസ്ജിദ് ധ്വംസനത്തോടു കൂടി ഉണ്ടായ ഒരു വർഗീയ സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ലക്ഷ്യം വർഗീയമായ ഒരു സമൂഹത്തെ വിട്ടുകൊടുത്തുകൂടാ, അവരെ ചേർത്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ആ ലക്ഷ്യം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ 2025-കളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ, ഞങ്ങൾ ഏത് സമൂഹത്തെയാണ് പ്രതിദാനം ചെയ്യാൻ ശ്രമിക്കുന്നത്, അവർ വിദ്യാഭ്യാസപരമായി പുരോഗതി കൈവരിച്ചിരിക്കുന്നു, സാമ്പത്തികമായി പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി മുന്നേറ്റം ഉണ്ടാകണം. സ്വാഭാവികമായി ഞങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാലാകാലങ്ങളിൽ വന്ന മാറ്റം, ഈ കാലത്തിന് ആവശ്യമായ മാറ്റവും ഞങ്ങൾ വരുത്തി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് തെളിവാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു വനിതാ സ്ഥാനാർത്ഥി മത്സരിച്ച തെളിവാണ്. ഇപ്പോൾ 2026-ലേക്ക് എത്തുന്നു. സ്വാഭാവികമായ മാറ്റം. അങ്ങനെയാണെങ്കിൽ ഈ സംഘടനയുടെ താക്കോൽ സ്ഥാനത്തേക്ക് ഇനി സ്ത്രീകൾ വരും.
തീർച്ചയായും എന്തുകൊണ്ട് വന്നുകൂടാ? അതൊരു പ്രത്യേകമായ ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു ഘട്ടമൊന്നുമില്ല. സംഘടന താക്കോൽ സ്ഥാനത്തേക്ക് വരാം. ഇപ്പോൾ MSFന്റെ താക്കോൽ സ്ഥാനത്തേക്ക് പെൺകുട്ടികൾക്ക് വരാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട്. അതുമാത്രം കപ്പാസിറ്റിയുള്ള കുട്ടികളുണ്ട്. വരും കാലങ്ങളിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീകളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. തീർച്ചയായും പ്രസിഡന്റ് സ്ഥാനത്തേക്കായിട്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. കപ്പാസിറ്റിയാണല്ലോ പ്രധാനം. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ആ കപ്പാസിറ്റിയുള്ള പെൺകുട്ടികളുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ കപ്പാസിറ്റി കാണിക്കാൻ കഴിയുന്ന കുട്ടികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്ന് 10-20 വർഷം മുൻപോട്ട് പോയാൽ അങ്ങനെ ഞങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തെ MSFന്റെ ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സംഘടന എടുത്ത് പരിശോധിച്ചാൽ അവിടെ യുവതികളും യുവാക്കളുമായിട്ടുള്ള ഒട്ടനവധി ആളുകൾ വന്നിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം, എന്തൊക്കെ ക്വാളിറ്റിയാണോ ഞങ്ങൾ കാണുന്നത്, അതേ ക്വാളിറ്റിയും കപ്പാസിറ്റിയുള്ള പെൺകുട്ടികളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം പ്രസക്തമല്ല. MSFന്റെ മെമ്പർഷിപ്പ് ഉള്ള ആർക്കും പ്രസിഡന്റ് ആവാം. അതിൽ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ആക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള കുട്ടികളുണ്ട്. അല്ല, നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾ പ്രാധാന്യം ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇനി വരും കാലങ്ങളിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് 100% പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം, അതായത് ഈ ആക്ഷേപം ഉയർന്ന സമയത്ത് ഉയർന്നിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപമായിരുന്നു, അതായത് ഈ ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത് നവാസിനെ പാർട്ടിയിലെ ഉന്നതരായ നേതൃത്വം സംരക്ഷിക്കുന്നുള്ള ആക്ഷേപം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അത് നിങ്ങളുടെ ഒരു ഭാവന മാത്രമാണ്. പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവോ ഒരു കൂട്ടം നേതാക്കന്മാരോ ഏതെങ്കിലും ഒരു വ്യക്തിയെ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് പാർട്ടിക്കില്ല. പാർട്ടി നേതാക്കന്മാർ എല്ലാവരുടേതുമാണ്. എല്ലാവരെയും അവർ ചേർത്ത് വെക്കാറുണ്ട്. അതപ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഇങ്ങനെ നിങ്ങൾ പറയുന്ന വാർത്തകളുടെ പിന്നാമ്പറങ്ങൾ ഇന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ലീഡേഴ്സൊക്കെ നിൽക്കും. അതൊരു മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ്. സ്വാഭാവികമായി ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, കുട്ടികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ പാർട്ടി പരിശോധിക്കും. പാർട്ടി തന്നെ നിലപാടുകൾ സ്വീകരിക്കും. അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും കൂട്ടം നേതാക്കന്മാർ അവർ അങ്ങനെ നിന്നു കൊടുക്കുന്നു, അങ്ങനൊന്നുമല്ല. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നേതൃത്വം കൂടെ ഉണ്ടായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി മെറിറ്റോറിയസ് ആയി കൂടെ ഉണ്ടായിരുന്നു, അനധികൃതമായിട്ടല്ല. വിഷയങ്ങളിൽ എന്റെ കൂടെ അല്ലെങ്കിൽ സംഘടനയുടെ കൂടെ അല്ല, സംഘടനാപരമായി ആ വിഷയത്തിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിന്നിട്ടുണ്ട്.